പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂറിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ്, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ്, ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു വിഷയം ചെയ്യുന്ന ഉടമ്പടിയും ചിന്തിക്കുന്ന ഉടമ്പടിയും. ചിലപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് മാറും. ഈ ചിന്തിക്കുന്ന ഉടമ്പടി തന്നെയാണ് ചെയ്യണതെന്ന് ഉറപ്പുവരുത്തിയ ഉടമ്പടിയുടെ സമ്പൂർണ്ണ ഫലം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ചെയ്യുന്ന ഉടമ്പടി, എന്താണ് ചിന്തിക്കുന്ന ഉടമ്പടി? കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളിൽ നല്ല സാക്ഷ്യം, അതായത് രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ ആദ്യവാഴ്ച പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ ധ്യാനം രശ്മി തോമസിൻ്റെ സാക്ഷ്യമാണ്. അപ്പം രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഈ ചെയ്യുന്ന ഉടമ്പടിയും ചിന്തിക്കുന്ന ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണത്. നമ്മൾ ചിന്തിക്കുന്ന ഉടമ്പടി ആയിരിക്കത്തില്ല പലപ്പോഴും ചെയ്യുന്നത് ഒരു വിഷയമുണ്ടായി, നമുക്കൊരു വിഷയമുണ്ടായി. ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തോട് ഒരു വാഗ്ദാനത്തിൽ ഏർപ്പെടുന്നു. അതിന് മാതാവിൻ്റെ മധ്യസ്ഥ യാചിക്കുന്നു. അപ്പം അതൊരു ചെയ്യുന്ന ഉടമ്പടിയാണ്. ഇനി ചിന്തിക്കുന്ന ഉടമ്പടി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തിലെ അവരുടെ ഉടമ്പടിയും
ജോലിയും ഒരുമിച്ച് പോകാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അവരുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടായി, ഞാൻ ഉടമ്പടി തുടരണോ അതോ ഉടമ്പടിയിൽ നിന്ന് ഉപേക്ഷിച്ച് ജോലി തുടരണോ? അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാരും ഉടമ്പടി ഉപേക്ഷിച്ച് ജോലി തുടരാൻ ആയിരിക്കും. നമ്മൾ ഉടമ്പടി ജോലിക്ക് വേണ്ടിയല്ലേ ഉടമ്പടി എടുത്തത് എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ചിന്തിക്കും. പക്ഷേ രശ്മി ചിന്തിക്കേണ്ട വ്യത്യാസമാണ്. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ തുടരാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. ജോലി എൻ്റെ ഇൻറ്റൻഷനിലൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഉടമ്പടി ജോലിക്ക് വേണ്ടിയോ ജോലി ഉടമ്പടിക്ക് വേണ്ടിയോ? പണ്ട് ഒരു ഡിസ്പ്യൂട്ടില്ലായിരുന്ന, കല ജീവിതത്തിന് വേണ്ടിയാണോ ജീവിതം കലയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ജീവിതം തന്നെ കലയെന്ന് പറഞ്ഞത്. അപ്പോൾ ഉടമ്പടി തന്നെ ജീവിതം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ചിലർക്കെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് വിജയിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാര്യം അവർ എന്തിനാണ് ഉടമ്പടി എടുത്തത്? ഉടമ്പടി ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിതം എന്ന്, ഉടമ്പടി ജീവിക്കാൻ വേണ്ടിയാണ്, ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിതം എന്നുള്ള ഐഡിയയിൽ എത്തിച്ചേർന്നിട്ട് ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ജീവിക്കുമ്പോഴാകുന്ന പ്രശ്നം, ഇവർ ഒരു റിട്ടയേർഡ് ഹാൻഡാണ്. അതായത് ഇവർ ഒരു വിപ്രവാസികൾ എന്തുമാത്രം കേരളത്തിൽ വരുന്നുണ്ട്. പലരും ജീവിതം കരിഞ്ഞു നിൽക്കണ പോലെയൊക്കെ തോന്നുന്നില്ല അവർക്ക്. പക്ഷെ അവരെല്ലാം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? നമ്മുടെ പച്ചത്തിരിവ് പോലെ, അതുപോലെ തന്നെ കൂടാരത്തിലിരുന്ന അഹറോൻ്റെ കരിഞ്ഞ കമ്പ് പോലെ അത് ഇങ്ങനെ പച്ച ഇല വീശി പുതിയ ജീവിതമാണ് കിട്ടുന്നത്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു, ജോലിയില്ല, വീട് പഴയതായിരുന്നു. അപ്പോൾ എന്തെല്ലാം ഇവൾ ചോദിച്ചു അതെല്ലാം അമ്മ അവർക്ക് വളരെ നിമിഷ നേരം കൊണ്ട് കൊടുത്തു. പിന്നെ ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു അലാവുദ്ദീനും 40 വിളക്കും തമ്മിലുള്ള ഒരു മാജിക് പരിപാടിയൊന്നുമില്ല. മറിച്ച് കർത്താവിൻ്റെ വചനമുണ്ട്. ആ വചനത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ. അപ്പോൾ ചോദ്യത്തിൽ പിശുക്കൊന്നും വേണ്ട. പക്ഷേ ഉടമ്പടിയിലും പിശുക്ക് വരത്തില്ല. ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിതം എന്ന രീതിയിൽ ഉടമ്പടിയും ജീവിതവുമാണ്, എൻ്റെ ജീവിതം ഉടമ്പടിയാണെന്നുള്ള ഒരു പ്രയോറിറ്റി കിട്ടിയാൽ ബാക്കിയുള്ള ഈസിയാണ്. വളരെ ആലോചിച്ച് ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളായിട്ട് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അവരായിട്ടുള്ള ബന്ധം ശക്തിപ്പെടും. അങ്ങനെയാണ് ദൈവത്തെ
ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടില്ല എന്നാണോ? ഇല്ല, അതിനേക്കാളും വലുത് ദൈവം തരാൻ വേണ്ടിയിട്ടാണ്. തരും. നീ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ കാണിക്കും. പല മേഖലയിലും ദൈവം പ്രവർത്തിക്കും നിൻ്റെ ജീവിതത്തിൽ. അതങ്ങനെ തന്നെ കുറവുണ്ടാവും. ആ കുറവ് നീ ദൈവത്തെ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ബാക്കിയുള്ള മേഖലയിലെല്ലാം നിൻ്റെ ജീവിതം ദൈവം ഉയർത്തും, നിൻ്റെ നില ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദൈവത്തോട്. അത് ഹൃദയത്തിലിരുന്ന് ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ നീ അന്വേഷിക്കേണ്ടത് ഹൃദയത്തിലാണെന്ന് പറയുമ്പോഴത്തേക്കും നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ നിയോഗമില്ല ഉണ്ടാകേണ്ടത്, ദൈവം തന്നെ എനിക്ക് വേണമെന്നായിരിക്കണം നിൻ്റെ ഹൃദയത്തിൽ. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തെ ഹൃദയത്തിലിരുന്ന് അന്വേഷിക്കണമെന്ന്. നീ ഹൃദയത്തിൽ പല നിയോഗങ്ങളും പല കുറവുകളും വെച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം ദൈവത്തിന്, നിനക്കിതെല്ലാം ആവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം. മത്തായി 6:32 ദൈവത്തിന് അറിയാം. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്കിതെല്ലാം ആവശ്യമാണെന്ന് എനിക്കറിയാം, നിൻ്റെ പിതാവിനെ അറിയാം. നീ ഹൃദയത്തിലിരുന്ന് ദൈവത്തെ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അന്വേഷിക്കുമ്പോഴത്തേക്കും ഹൃദയത്തിൽ ദൈവം മാത്രം മതി എന്ന് പറഞ്ഞായിരിക്കണം നിൻ്റെ ഹൃദയത്തിൽ. അപ്പം നിനക്കൊരു നിയോഗം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് പ്രാർത്ഥിച്ച് ഉൾക്കണ്ട് നിനക്ക് പ്രത്യാശയായിട്ട് മാറും. പ്രത്യാശ മാറി എനിക്കിതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളൊരു ബോധ്യം നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ എങ്ങനെയാണ് ദൈവത്തെ ആശ്രയിക്കുക? അത് യാക്കോബ് 5-ാം അധ്യായം 7-ാം തിരുവചനമാണ്. യാക്കോബ് 5:7. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് എങ്ങനെയാ? ദൈവത്തെ എപ്പോഴും ദൈവത്തോട് ക്ഷമയോടെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ആശ്രയമാണ്. ക്ഷമ. ഇതിൽ നോ കംപ്ലൈൻറ്റ്സ്, പിറുവിറുപ്പില്ല, ഒരു കംപ്ലൈൻസും പാടില്ല. ക്ഷമയോടെ ഇരിക്കുക ദൈവത്തെ. അത് വിശ്വാസമാണ്. നീ പിറുവിറുക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ഗ്രേഡ് കുറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ നമ്മൾ തുടങ്ങിയത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇതിലിരുന്ന തുടങ്ങിയത്. തിരഞ്ഞെടുക്കപ്പെട്ടവരാകുമ്പോഴത്തേക്കും ദൈവം എന്ത് ചെയ്യും? ദൈവത്തെ ആശ്രയിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ചെയ്തു വരുമ്പോൾ ജീവിതത്തിൽ പരീക്ഷയുണ്ടാകും. ദൈവം എപ്പോഴും ടെസ്റ്റ് വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അത് 1 പത്രോസ് 1:7 നോക്കുമ്പോഴത്തേക്ക് സ്വർണത്തെ തീയിലിട്ട് പരീക്ഷിക്കുന്ന പോലെ നമുക്കും തീയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയ ഉത്കണ്ഠ ഉണ്ടാവും. ആ സമയത്തൊക്കെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചാൽ മതി. ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. എന്ത് തന്നെ സംഭവിച്ചാലും നീ നോക്കുമ്പോഴത്തേക്ക് സാഹചര്യങ്ങളെല്ലാം നിനക്കെതിരായിരിക്കാം, പ്രതികൂല സാഹചര്യമായിരിക്കാം. ഈ ലോകത്തിൽ നിനക്ക് ആരോട് ചോദിച്ചാലും പറയും നിൻ്റെ കാര്യം പോയി, കൈവിട്ടു പോയി, തീർന്ന്, ഇതിനി ഒരു ഉത്തരവില്ല, ഇതിനൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുമ്പോഴും ക്ഷമയോടെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഈ ലോകത്തിൽ ഒരാളുടെ അടുത്ത് അതിൻ്റെ ഉത്തരവില്ല, എനിക്കും ഉത്തരവില്ല. എനിക്ക് കുറേ ബിസിനസ് ചെയ്ത അനുഭവമുണ്ട്, എത്രയോ പേരെ പരിചയമുണ്ട്. പക്ഷെ അതിന് ഉത്തരവില്ല, പ്രതികൂല സാഹചര്യമാണ്, കൺഫേംഡാണത്. പക്ഷേ അതിന് ദൈവത്തിൻ്റെ കയ്യിൽ ഈ വചനം സത്യമാണ്. നീ കാത്തിരിക്കുമ്പോൾ ദൈവം കാണി. അത് ദൈവത്തിൻ്റെ കയ്യിൽ അതിന് എല്ലാ ഉത്തരവുണ്ട്. പറ്റാത്തതിൽ നീ പ്രത്യക്ഷിക്കുക. ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ്. അബ്രഹാം അതാ ചെയ്തത്. ഒരിക്കലും പ്രത്യക്ഷിക്കാൻ പറ്റില്ല, പ്രത്യാശ വയ്ക്കാൻ പറ്റില്ല. 99 വയസ്സിലായ കുഞ്ഞ്, 100 വയസ്സിലെ കുഞ്ഞ്. സാരയ്ക്ക് 90 വയസ്സ്. എവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക? ഒരാളും പ്രത്യാശ വയ്ക്കാൻ സാധിക്കില്ല. പക്ഷെ അതിൽ പ്രത്യക്ഷിക്കുക. പ്രസിയോ ആ ദൈവമാണ്, ആ ദൈവത്തെയാണ് നീ വിശ്വസിക്കേണ്ടത്. ആ ഒരു ബോധ്യമാണ് നിനക്ക് വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഞാനും അച്ഛനും കൂടി ഞങ്ങൾക്ക് അയർലാൻഡ് ധ്യാനം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആഗസ്റ്റ് 18, 19, 20 ആ 3 ദിവസങ്ങളായിരുന്നു ധ്യാനം. അച്ഛൻ ഏത് കാര്യമുണ്ടെങ്കിലും എന്നോട് ഏൽപ്പിക്കുന്നത്.
അപ്പോൾ ഈ ആഗസ്റ്റിൻ്റെ 4 മാസം മുമ്പേ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞ് നമുക്ക് ധ്യാനമുണ്ട് അയർലാൻഡിൽ. അപ്പോൾ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നെയാണ് അച്ഛൻ്റെ. അപ്പോൾ അത് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ എന്നോട് പറഞ്ഞാൽ പിന്നെ അച്ഛൻ അത് വിട്ടുകളയും, ഞാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ ബിസിനസ്സിലൊക്കെ ഭയങ്കര ബിസി ആയപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് പ്രശ്നം. ദൈവത്തിന് 1-ാം സ്ഥാനം എപ്പോഴും കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അവിടെ ദൈവത്തിന് തോന്നി അത് ദൈവം 2ആയി, നീ 1-ാം സ്ഥാനം വേറെ ആവശ്യത്തിനാണ് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പ്രശ്നമായി അവിടെ. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. ട്രാക്കിൽ ഇരുന്ന് നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്കും ട്രാക്കിലേക്ക് കൊണ്ടുവരും ദൈവം. ആ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 മാസം മുമ്പേ അച്ഛൻ എന്നോട് പറഞ്ഞ്, ഞാനും 1-2 പേരോട് ചോദിച്ച്, അപ്പോൾ ഒന്ന് ബാംഗ്ലൂരിൽ അന്വേഷിച്ച്, അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് വിസ ഏജൻ്റ് ഉണ്ട്, വിസ എടുത്ത് തന്നെ അവർ ഒരു ബാംഗ്ലൂരിലൊരു സഹോദരിയാണ്, ഒരു ലേഡിയാണ്. അവരോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ കുറച്ച് റൂഡായിട്ടൊക്കെ പറഞ്ഞു, ഈ പേപ്പേഴ്സൊക്കെ അയക്കി പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ വേണ്ട എന്ന് വിട്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എൻ്റെ സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരാളോട് കൊണ്ടുപോയിട്ട് ഈ പേപ്പേഴ്സ് എല്ലാം കൊടുത്ത്, അവൻ ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളിച്ചില്ല. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ഫോൺ ചെയ്യിപ്പിച്ചിട്ട് അവൻ തിരിച്ചു വിളിച്ചില്ല. അപ്പോൾ ഈഗോ ആയി. ഞാൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചില്ലല്ലോ, തിരിച്ചു വിളിച്ചില്ല, ഫോൺ ഹോൾഡ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കട്ട് ചെയ്ത് അവനെയും കളഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ കൊണ്ടുപോയിട്ട് ഞങ്ങളൊക്കെ, ഞാനും അച്ഛനൊക്കെ ഹോളി ലാൻഡ് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ടൂർ അറേഞ്ച് ചെയ്ത ഒരു സഹോദരനുണ്ട്. അയാളുടെ കയ്യിൽ കൊണ്ടുപോയി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന്. അപ്പോൾ അയാൾ ചോദിച്ച പൈസയൊക്കെ ഞാൻ അപ്പം തന്നെ അയച്ചു കൊടുത്ത്. 4 മാസം മുമ്പേ ഞാൻ അയച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. പുള്ളിക്കാരൻ എന്ത് ചെയ്ത് ഇത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബിസിയാവും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്യും. അയാൾ ഓക്കെ എന്ന് പറയും. ഞാൻ ഇതിപ്പോൾ ഡേറ്റ് വന്നിട്ടില്ല, ഇൻ്റർവ്യൂയുടെ ഡേറ്റ് ആയിട്ടില്ലെന്ന്. ഞാനും പിന്നെ മറന്നുപോകും. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രിഫറൻസ് കുറയുമ്പോഴത്തേക്കുള്ള പ്രശ്നമാണ്. ദൈവം തന്നെ, അനുഗ്രഹം തന്നെ നമ്മളെ ചിലപ്പോൾ ദൈവത്തിലിരുന്ന് അകത്തി കളയും. ചില സമയത്ത് അനുഗ്രഹം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയുന്നത്, നിനക്ക് നിൻ്റെ തിരുമനസ്സുണ്ടെങ്കിൽ മാത്രമേ ആ അനുഗ്രഹം എനിക്ക് തന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ചില അനുഗ്രഹങ്ങൾ ഈ ബിസിനസ്സിൽ ബിസി, ഇത്ര ഒരു ജോലി ഇല്ലാതിരുന്നപ്പോൾ ദൈവമേ എന്ന് പറഞ്ഞ് പുറകെ നടക്കും. ഇത് ബിസിനസ്സൊക്കെ കൂടി കണ്ടമാനാകുമ്പോഴത്തേക്കും പിന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ലാതായി പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹം നിങ്ങൾ വിചാരിക്കും പോലെ അത് എല്ലാപ്പോഴും നല്ലതൊന്നുമില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചോദിക്കണം. എന്ത് അനുഗ്രഹം വന്നാലും, എന്തൊക്കെ കിട്ടിയാലും, എത്ര ഉയർന്നാലും ദൈവത്തിന് ഒരു പൊസിഷൻ ഉണ്ടാകണം, ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ച് ഇതായി. എന്നെ അയർലാൻഡിൽ ഇരുന്ന് അച്ഛൻ വിളിക്കും, വിസയുടെ കാര്യം എന്തായി? അപ്പോൾ എനിക്ക് ഓർമ്മ വരും, ഇയാളെ ഞാൻ ഫോൺ ചെയ്യും, എന്തായി ഇപ്പോൾ ഡേറ്റ് എന്തായി? ഇല്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയെന്ന്. ഞാൻ പൈസയൊക്കെ നേരത്തെ അയച്ചു കൊടുത്താൽ പുള്ളി എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. ഡേറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അവസാനം 1 മാസം ഉള്ളപ്പോൾ ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ്, ഇത് പാളും കേട്ടാ, നിന്നെ വിശ്വസിച്ചാൽ ഞാൻ കൊടുത്താൽ 3 മാസം മുമ്പേ ഞാൻ പൈസയും തന്ന് ഡേറ്റും വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അയാൾ അവസാനം ഒരു ഡേറ്റ് വാങ്ങിച്ചു വിസയുടെ. VFS പോയിട്ട് VFSലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഡേറ്റ് ജൂലൈ 19-ാം തീയതി വാങ്ങിച്ചു ഡേറ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 3 പേര്, ഞാനുണ്ട്, ജോസഫ് അച്ഛനുണ്ട്, ജയേഷ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് വാങ്ങിച്ച് എന്നോട് പറഞ്ഞ് 19-ാം തീയതി ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഈ ഡേറ്റ്, ഇയാളുടെ ഫോൺ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് എൻ്റെ ബിസിനസ്സായിട്ട് എനിക്ക് മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് ഉണ്ട് തിരുവനന്തപുരത്ത്. അത് കറക്റ്റ് 19-ാം തീയതിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഈ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന പോലെയാണ്, ഒരാഴ്ചക്കകത്ത് വിസ കിട്ടും, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തായാലും ചോദിച്ച പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അഹങ്കാരം അതൊക്കെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അയാളോട് പറഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ ഒരു ദിവസം മാറ്റി വയ്ക്കുക, 20-ാം തീയതിയാക്ക്, അച്ഛൻ്റെയൊക്കെ 19-ാം തീയതി തന്നെ ഇരിക്കട്ടെന്ന്. ഓക്കെ എന്ന് അയാൾ പറഞ്ഞു. എൻ്റെ 20-ാം തീയതി ഇൻ്റർവ്യൂ, ഞാൻ തിരുവനന്തപുരത്ത് പോയി മീറ്റിംഗ് കൂടി. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ജയേഷ് 19-ാം തീയതി പോയി അവിടുത്തെ ഇൻ്റർവ്യൂ കൂടി. ഞാൻ 20-ാം തീയതി വന്ന എൻ്റെ ഇൻ്റർവ്യൂ കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ആഗസ്റ്റ് 18-ാം തീയതിയാണ് അവിടെ ധ്യാനം. 16-ാം തീയതി ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറണം. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ അച്ഛൻ്റെ 11-ാം തീയതി ആയപ്പോൾ VFS ഇരുന്ന് ലിസ്റ്റ് വന്ന്, ലിസ്റ്റിൽ എൻ്റെ പേരില്ല. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെയും ജയേഷിൻ്റെയും പേരുണ്ട്, അപ്രൂവ് ആയിട്ടുണ്ടെന്ന്. എവിടുത്തെ എംബസിയിലത്തെ ലിസ്റ്റ് വരും, അത് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് അവർ ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച 11-ാം തീയതിത്തെ ലിസ്റ്റിൽ, വിസയുടെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. അവരുടെ പ്രോസസ്സായി എന്ന് പറഞ്ഞ ലിസ്റ്റുണ്ട്. പക്ഷേ 11-ാം തീയതി അവരുടെ പ്രോസസ്സായെങ്കിൽ 15-ാം തീയതി വൈകുന്നേരം, പ്രൈസ് ദി ലോർഡ്, ഇല്ല 14-ാം തീയതി വൈകുന്നേരമാണ് അച്ഛന് ഇവിടെ കിട്ടുന്ന. 3 ദിവസം എടുക്കും VFS വരാൻ, എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത ലിസ്റ്റുള്ളത് ചൊവ്വാഴ്ചയാണ്. വെള്ളിയാഴ്ച ലിസ്റ്റിൽ എൻ്റെ പേരില്ല, 11-ാം തീയതിയുള്ള ലിസ്റ്റിൽ പേരില്ല. ഇനി 15-ാം തീയതിയുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. 15-ാം തീയതിയാണ്, ഈ ആഗസ്റ്റ് 15 ലീവാണ്. പ്രൈസ് ദി ലോർഡ്. 15-ാം തീയതി ലിസ്റ്റിൽ അഥവാ പേര് വന്നാലും എനിക്ക് 18-ാം തീയതിയേ ഇത് കിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 18-ാം തീയതി അവിടെ ധ്യാനം തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെയും അച്ഛനോട് പറഞ്ഞ്, വിഷമം പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ് ഇൻ്റർവ്യൂവിന് പോയല്ലോ. അപ്പോൾ എനിക്ക് സങ്കടമായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അടുത്ത മാസം ഒന്ന് അയർലൻഡ് പോകാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാണക്കേട്, അമ്മ മാതാവേ, ഞാൻ എപ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീയല്ലേ വിളിച്ചത്. ഇനി ചോദിക്കുന്നവരെ എല്ലാവരോടും അയർലൻഡ് നമ്മൾ ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് നീ തടഞ്ഞായിട്ടല്ലേ എല്ലാവരും കാണുള്ളൂ. നീ തന്നെ തടഞ്ഞാ. പ്രൈസ് ദി ലോർഡ്. തടഞ്ഞായിട്ടേ വരുള്ളൂ. അതിനി എങ്ങനെ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഓക്കെ, 15-ാം തീയതിയുടെ ലിസ്റ്റിൽ വന്നാൽ 18-ാം തീയതി കിട്ടും, അപ്പോൾ ഫ്ലൈറ്റ് കയറി വന്നാൽ മതി. അപ്പോൾ 20-ാം തീയതി അവസാനത്തെ ഒരു ക്ലാസ്സെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വിഷമിക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ ഇതൊക്കെ പറഞ്ഞ് 15-ാം തീയതി ആഗസ്റ്റ് 15 അന്ന് 10 മണിക്ക് ലിസ്റ്റ് വന്ന് ആ ലിസ്റ്റിലും പേരില്ല. പ്രൈസ് ദി ലോർഡ്. പോയി ആ ലിസ്റ്റിലും പേരില്ല. 16-ാം തീയതി അച്ഛനും ജയേഷും കൂടി ഫ്ലൈറ്റിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് എൻ്റെ ടിക്കറ്റ് ക്യാൻസലും ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. നല്ല വിഷമത്തിൽ 16-ാം തീയതി ആയപ്പോൾ അപ്പോൾ എനിക്ക് നല്ല വിഷമമായി. മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പോയെന്നൊക്കെ പ്രാർത്ഥിച്ച് സങ്കടമൊക്കെ പറഞ്ഞ്, നീ തന്നയല്ലേ ഈ കച്ചവടം, പിന്നെ നീ കച്ചവടം തരുമ്പോഴത്തേക്കും കച്ചവടം ബിസിയാക്കുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ബിസിയായി പോകും, എന്ത് ചെയ്യാനാ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് കുറേ സങ്കടമൊക്കെ പറഞ്ഞ് കുർബാനയ്ക്ക് നല്ലപോലും പ്രാർത്ഥിച്ച്, മാതാവ് എനിക്ക് ബൈബിളിലെ മെസ്സേജ് തന്ന് നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. കേട്ടിട്ടാണ് 15-ാം തീയതി ലിസ്റ്റിൽ പേരില്ല. 15-ാം തീയതി ലിസ്റ്റിൽ പേര് വന്നാലേ എനിക്ക് 18-ാം തീയതി വിസ ഇവിടെ എത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 16-ാം തീയതി അച്ഛനെ എയർപോർട്ട് ആക്കണമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മോനും കൂടി അവിടെ നിന്ന് കയറി വന്ന് കാറെടുത്തുകൊണ്ട് വരിക. ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് വന്ന വഴിക്ക് കൈവിട്ട് പോയി എനിക്ക് തന്നെ കോൺഫിഡൻസ് പോയി. മാതാവിന് എന്നോട് ദേഷ്യമാണ്. മാതാവ് തഴഞ്ഞതാ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും വിഷമമുണ്ട്, ഈ അപമാനമുണ്ട്, ഞാൻ ഇവനോട് പറഞ്ഞുകൊണ്ട് പറയാം കാറിൽ. ഇവനാ ഡ്രൈവ് ചെയ്യണം, എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ശേഷിയുമില്ല. ഞാൻ പറയാം കുഴപ്പമില്ലടാ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 2000-3000 പേരുടെ ആത്മാവ് ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റുമായിരിക്കും നമ്മൾ ഈ ധ്യാനം കൂടുമ്പോഴത്തേക്കും. ഇത്രയും സങ്കടം, കാലത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇത്രയും വിഷമം, അപമാനം, ഇതെല്ലാം ആയല്ലോ. നമുക്കിത് 1,00,000 പേരുടെ ആത്മാവ് രക്ഷിപ്പിക്ക് വേണ്ടിയിട്ട് ഈ സഹനം അങ്ങോട്ട് വിട്ടുകൊടുക്കാം ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ എന്നെ ആശ്വസിപ്പിക്കുക, ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞ്. എന്നിട്ട് വന്ന വഴിക്ക് ഞാൻ പറഞ്ഞ് ഒന്ന് VFS പോയി നമുക്കൊന്ന് അന്വേഷിക്കാം. പോയി അന്വേഷിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാര്യം എന്താ, 16-ാം തീയതിയാണ്, 18-ാം തീയതി അവിടെ ഉണ്ടാകണം. അവിടെ 16-ാം തീയതി വിസ ലിസ്റ്റ് വരികയില്ല. VFS പോയി 2:30 മണിക്ക് ഞാൻ VFS കയറി. ഒരു കൊന്തയും ചൊല്ലിയിട്ടാണ് കയറിയത്. VFS പോയി കയറി കൊന്ത ചൊല്ലി. എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ ഞാനറിയാതെ വിസ വന്ന് ഇവിടെ കിടപ്പുണ്ടാവും, പാസ്പോർട്ട് ഇവിടെ കിടപ്പുണ്ടാവും, ഇനി അവരെടുത്ത് തരട്ടെ എന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരു കൊന്തയൊക്കെ ചൊല്ലി ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ
അകത്ത് പോയി അവരൊന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ്